തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. രക്ഷാകര ചരിത്രത്തിൽ ഉടനീളം മനുഷ്യൻ ദൈവത്തോട് മറുതലിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. ദൈവപിതാവിന്റെ ഈ വിലാപത്തിന് വിരാമം കുറിച്ച ഒരേ ഒരാളാണ് പരിശുദ്ധ കന്യക മറിയം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മറുതലിക്കുന്ന ശൈലിയെ തിരുത്തി കുറിച്ചു. അന്നു മുതൽ ദൈവത്തിന്റെ കൃപ മനുഷ്യരിലേക്ക് ഒഴുകുവാൻ തുടങ്ങി. എന്നു പറഞ്ഞാൽ പരിശുദ്ധ കന്യക മറിയത്തിന്റെ വ്യക്തിത്വവും ജീവിതവും എല്ലാ മനുഷ്യർക്കും അനുഗ്രഹമായി തീർന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിസംബോധനം ചെയ്യുന്നത്. സ്വർഗം നൽകിയ കുഞ്ഞിനെ സന്തോഷത്തോടെ സ്വീകരിച്ച അമ്മ. മറിയത്തെ പറ്റി നാം ധ്യാനിക്കുമ്പോൾ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും നനവുള്ള ഒരു രൂപം, മിഴികളിൽ കനിവുള്ള ഒരു മുഖവുമാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിലെ 4 സുവിശേഷങ്ങളിലും മറിയത്തെ പറ്റി കാണുവാൻ സാധിക്കും. എന്നാൽ മറിയത്തിന്റെ ജനനത്തെ പറ്റിയോ ബാല്യകാലത്തെ പറ്റിയോ വേദപുസ്തകത്തിൽ എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ചരിത്രത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, യോവാക്കീം ഹന്ന ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു. അവർ ദേവാലയത്തിൽ പോയും അവിടെ താമസിച്ചും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിച്ചു കിട്ടിയ കുട്ടിയാണ് മറിയം. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ബാലികമാരെ ദേവാലയത്തിൽ വളർത്തുക പതിവായിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ ഉപവാസത്താലും ഏകാന്തതയിലും വളർന്ന കുട്ടിയാണ് പരിശുദ്ധ കന്യക മറിയം. അസാധാരണമായ ഒരു ജനനവും അത്ഭുതമാർന്ന ഒരു വിവാഹവും ഈശ്വര ചൈതന്യമുള്ള വാർദ്ധക്യവുമായിരുന്നു മറിയത്തിൻ്റെത്. പരിശുദ്ധ അമ്മയുടെ കൂടെ നമുക്കും ജീവിക്കാം. അമ്മ ഉള്ളിടത്ത് സ്വർഗമുണ്ട്. കൽത്തൊട്ടി മുതൽ കാൽവരി വരെ തന്റെ സുതനെ മനുഷ്യമക്കൾക്കായി നൽകിയ അമ്മ. കാൽവരിയിൽ തന്റെ സുതനോടൊപ്പം നിന്നിരുന്ന അമ്മ. ഇന്ന് തന്റെ മക്കളുടെ സഹനത്തിൽ ബലിപീഠത്തിനരികെ ശക്തി പകർന്നുകൊണ്ട് നിലകൊള്ളുന്ന അമ്മ. ആ അമ്മയുടെ എളിമയും വിശുദ്ധിയും വിശ്വാസവും പ്രാപിക്കാം. സുഹൃതങ്ങളിൽ വളരാം. ദൈവകൃപ നിറഞ്ഞ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിനമുള്ള ജീവിതത്തിലെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും രോഗങ്ങളിലും ജപമാല പ്രാർത്ഥന ചൊല്ലി നമുക്ക് അമ്മയോടെ മധ്യസ്ഥം നേടാം. പാപലേശമില്ലാതെ രൂപമെടുത്ത പരിശുദ്ധ കന്യക മറിയമേ, അങ്ങിൽ അഭയം തേടുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു.